അപ്പോൾ ചോദ്യം ഇതാണ്, 5-6 വർഷങ്ങളായി ജ്യോതിഷം പഠിച്ചിട്ട് ഇനിയും പഠിക്കാൻ ബാക്കി നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. അത് ഇതിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും MBBS പഠിച്ചാലും എൻജിനീയറിംഗ് പഠിച്ചാലും എല്ലാത്തിലും പഠനം കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു സ്വഭാവ സവിശേഷത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വളരെ അടുത്ത് ബന്ധപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ കുറേ കൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ തിരിച്ചറിയാം. വളരെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ കുട്ടിക്കാലത്ത് കഥകൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ടാവും. ആ കഥകൾ അന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു അർത്ഥതലം ഉണ്ടായിട്ടുണ്ട്. കാലാന്തരത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആ അർത്ഥതലത്തിൽ പിന്നീട് മാറ്റം ഉണ്ടാകുകയാണ്. ആ അർത്ഥതലത്തിൽ മാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കഥയിൽ മാറ്റമുണ്ടോ? കഥയിൽ മാറ്റമില്ല. പക്ഷേ ഓരോ കാലഘട്ടത്തിൽ വായിക്കുന്ന നമ്മുടെ മനസ്സിന് വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ ഏത് കാലഘട്ടത്തിൽ വായിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് ചോദിച്ചാൽ, അനുഭവങ്ങളുടെ കലവറകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ സ്വാധീനിക്കുന്നുവോ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ആ ചെറുപ്പകാലത്ത് വായിച്ച അതേ കഥയുടെ വിവിധ അർത്ഥങ്ങൾ പലപ്പോഴായി മെനഞ്ഞ് എടുക്കാറുണ്ടല്ലോ. ജ്യോതിഷത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ജ്യോതിഷം പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണല്ലോ. നീചഭംഗ രാജയോഗം, അങ്ങനെ ഒരു യോഗത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. എന്താണ് നീചഭംഗ രാജയോഗം? ഒരു ജാതകത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നീചമാവുകയും ആ ഗ്രഹം നീചമായ സ്ഥാനത്ത് ഉച്ചനാകുന്ന ഗ്രഹം ഏതാണോ അത് ചന്ദ്രകേന്ദ്രത്തിൽ സംഭവിച്ചാൽ അത് നീചഭംഗ രാജയോഗമായി. ഇത് തന്നെ നമ്മളെല്ലാവരും ജ്യോതിഷത്തിൽ നീചഭംഗ രാജയോഗം എന്ന അർത്ഥത്തിൽ പഠിച്ചിട്ടുള്ളത്. എന്നാൽ വളരെ പുരാതനമായ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു, ഏതെങ്കിലും ഒരു ഗ്രഹം നീചമാവുകയും ആ നീചമാകുന്ന സ്ഥലത്ത് ഉച്ചനാകുന്ന ഗ്രഹം ഈ നീചമായ ഗ്രഹത്തിനെ വീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ നീചമായ ഗ്രഹത്തിനെ ഏതെങ്കിലും ശുഭന്മാർ വീക്ഷിക്കുകയോ ചെയ്താൽ ഈ നീചമായ ഗ്രഹത്തിൻ്റെ ദശാകാലം അതീവ സമ്പുഷ്ടമായിരിക്കും. ഇത് നീചഭംഗ രാജയോഗം. ഏതെങ്കിലും ഒരു ഗ്രഹം ഒരു ജാതകത്തിൽ നീചമാവുക, ആ നീചമായ സ്ഥലത്ത് ഉച്ചനാകേണ്ടിയിരുന്ന ഗ്രഹം ഏതെങ്കിലും രാശിയിൽ നിന്ന് ഈ നീച ഗ്രഹത്തിനെ നോക്കുക, അല്ല എങ്കിൽ ഏതെങ്കിലും ശുഭഗ്രഹങ്ങൾ ഈ നീചഗ്രഹത്തിനെ നോക്കിയാൽ ഈ നീചഗ്രഹത്തിൻ്റെ ദശ അതീവ സമ്പുഷ്ടമായിരിക്കും. ഇത് നീചഭംഗ രാജയോഗം. ഇതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം, നീചഭംഗ രാജയോഗം പോലെ തന്നെ രാജഭംഗ നീചയോഗവും ഭവിക്കുന്നു. രാജഭംഗ നീചയോഗം എന്താ? രാജഭംഗ നീചയോഗം ജ്യോതിഷമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ, പറയണം. ഒരു ജാതകത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ഉച്ചനായി നിൽക്കുകയും ആ സ്ഥലത്ത് നീചമാകേണ്ടിയിരുന്ന ഒരു ഗ്രഹം ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഈ നീചമായ ഗ്രഹത്തിനെ വീക്ഷിക്കുകയോ അല്ല എങ്കിൽ ഏതെങ്കിലും പാപഗ്രഹങ്ങൾ ഈ നീചഗ്രഹത്തിനെ വീക്ഷിക്കുകയോ ചെയ്താൽ നേരത്തെ പറഞ്ഞ ആ ഉച്ചഗ്രഹത്തിൻ്റെ ദശ ഈ ജാതകനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും ക്ലേശപൂർണമായിരിക്കും എന്നതിൽ തർക്കമില്ല. നീചഭംഗ രാജയോഗം, രാജഭംഗ നീചയോഗം.
തീരുന്നില്ല. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭാവേശ ക്രാന്ത രാശീശ തത്വം വളരെ പുരാതനമായ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ മാത്രം വിവരിച്ചു കാണുന്ന ഒരിതാണ്. ഭാവേശ ക്രാന്ത രാശീശ തത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 3 ഘട്ടങ്ങളാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു ഭാവത്തിൻ്റെ അധിപനായ ഒരു ഗ്രഹത്തിന് ഇരിക്കാൻ ഇടം കൊടുത്ത ഭാവാധിപതി. ഏതെങ്കിലും ഒരു ഭാവത്തിൻ്റെ അധിപന് ഇരിക്കാൻ അവസരമുണ്ടാക്കിയ ഭാവാധിപതി ജാതകത്തിൽ സുഖകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിൽ ആദ്യം പറഞ്ഞ ഗ്രഹം ഏതെങ്കിലും ഒരു ഭാവാധിപന് ഇരിക്കാൻ അവസരം കൊടുക്കുന്ന ഗ്രഹം ജാതകത്തിൽ ഏതെങ്കിലും നല്ല പൊസിഷനിലാണ് എങ്കിൽ അവിടെ വന്നിരിക്കുന്ന, അതാണ് ആദ്യം പറഞ്ഞ ഗ്രഹം, ആ ഗ്രഹത്തിൻ്റെ അവസ്ഥ ബലമുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിന് മറ്റൊരു ചെറിയ വ്യത്യാസം കൂടെ വരുന്നു. ഏതെങ്കിലും ഒരു ഗ്രഹത്തിന് ഇരിക്കാൻ അവസരം കൊടുത്ത ഭാവാധിപതിയായ ഗ്രഹത്തിന് പാപയോഗമാണ് ഉള്ളത് എങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഗ്രഹത്തിൻ്റെ ദശ അല്ലെങ്കിൽ അനുഭവം മോശമായിരിക്കും. പിന്നെയും അതിനൊരു ഭേദഗതിയും കൂടെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഭാവാധിപന് ഇരിക്കാൻ ഇടം കൊടുക്കുന്ന ഭാവാധിപതിക്ക് രാഹുയോഗമുണ്ടായാൽ ആദ്യം പറഞ്ഞ ഗ്രഹത്തിൻ്റെ ദശ വളരെ മോശമായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു ജാതകത്തിൽ ഒന്നിലധികം ഗ്രഹങ്ങൾ ഉച്ചമായിരിക്കുന്നു. സ്വാഭാവികമായും ജ്യോത്സ്യന്മാർ നമ്മൾ പറയുന്നു ആ ഭാവം നന്നായിരിക്കും. ഒരു ഗ്രഹവും തൻ്റെ ക്ഷേത്രങ്ങളിലല്ലല്ലോ ഉച്ചമാകുന്നത്. ഉച്ചമാകാൻ അവസരം കൊടുത്ത ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കുമല്ലോ. ഉദാഹരണം, കർക്കിടകത്തിൽ വ്യാഴത്തിന് ഉച്ചമാണ്. അങ്ങനെ കർക്കിടകത്തിൽ വ്യാഴത്തിന് ഉച്ചസ്ഥാനം വരുമ്പോൾ ഭാവേശക്രാന്ത രാശീശ തത്വം അനുസരിച്ച് ഒരു ഭാവാധിപനായ വ്യാഴത്തിന് അവിടെ ഇരിക്കാൻ അവസരം കൊടുക്കുന്നത് ചന്ദ്രനാണ്. ആ ചന്ദ്രൻ അനിഴ നക്ഷത്രത്തിലോ കേട്ട നക്ഷത്രത്തിലോ ആണ് എങ്കിൽ നിങ്ങൾക്കറിയാം ചന്ദ്രൻ നീചമാണ്. നേരത്തെ പറഞ്ഞ തത്വമനുസരിച്ച് ഉച്ചത്തിലിരിക്കുന്ന വ്യാഴൻ ഒരു സഹായവും ചെയ്യാതെ ഒരാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വളരെ ഭയാനകമായ അവിശ്വസനീയമായ കാഴ്ചകൾ കാണേണ്ടതായിട്ട് വരും. ഈ അർത്ഥത്തിൽ നിങ്ങൾ ജാതകങ്ങൾ വീക്ഷിച്ചാൽ നിങ്ങളുടെ ബോധതലം എവിടം വരെ വളർന്നു എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയിൽ തുടർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ് ഞാനിതിൽ എക്സ്പെർട്ടായി എന്ന് തോന്നുന്നത്. ഒരു ഡ്രൈവിങ്ങിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ തോന്നലുണ്ടാകുന്ന സമയം ആക്സിഡൻറ്റിൻ്റെ ഏറ്റവും അടുത്ത സമയമാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചത് ഒരുപാടായി എന്ന് തോന്നുന്നുവെങ്കിലോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നുവെങ്കിലോ അത് പഠിക്കാൻ ആരംഭിക്കുന്നതിൻ്റെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും കുറെ കൂടെ ഭംഗിയായി കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമസ്തേ.